Yes, good morning. Good morning, FM. Good morning, Sam. Good morning. Good morning. Good morning. ഓക്കെ, മറ്റൊരു സുപ്രഭാതത്തിലേക്ക് എല്ലാ പുണ്യാത്മാക്കൾക്കും സ്വാഗതം. Sam. നിങ്ങളെല്ലാവരും കുറേ ദിവസമായി കയറുന്നു, ഒരുപാട് ആളുകളൊക്കെ ഒത്തിരി ഡബിളായി, തുടങ്ങിയതിനേക്കാൾ ഡബിളും ത്രിബിളൊക്കെ ആക്കി. നിങ്ങൾ ഒരു പരസ്യമില്ലാതെ ഒന്നുമില്ലാതെ ഇതിൽ കയറിയ ആളുകളാണ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്നത്, അല്ലേ? എന്തുകൊണ്ടാണത്? ബിക്കോസ് നിങ്ങളത് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെ എത്തിയിട്ടില്ല, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ എന്ന് ചിന്തിക്കുക കേട്ടോ. തുടങ്ങിയിട്ടുള്ളൂ. ഇത് ഫ്രീ ആണെന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്, അമൂല്യമായതൊന്നും വിട്ടുകളയരുത്. എവിടം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കിടക്കണമെന്നല്ല, നിങ്ങളൊരു സൂപ്പർ പവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടുപോകാം. ഒരു ഗുരുനാഥൻ അടിമകളെ സൃഷ്ടിക്കുന്നില്ല, രാജാക്കന്മാരെയും രാജ്ഞിമാരെയുമാണ് സൃഷ്ടിക്കുന്നത്. രാജാക്കന്മാരെയും രാജ്ഞിമാരെയുമാണ് സൃഷ്ടിക്കുന്നത്. അതായി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ. ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഈ ആത്മാവിന്റെ തലങ്ങളെ കുറിച്ച്, ഏതൊക്കെ തലങ്ങളിലേക്ക് എത്താൻ പറ്റും. ഇന്ന് നമുക്ക് അതിന്റെ ഏറ്റവും ടോപ്പ് ലെവല് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. ടോപ്പ് ലെവൽ അവിടെ നിന്ന് എത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈസി അല്ല. നമ്മൾ ഈ കരാട്ടയിലൊക്കെ പഠിക്കുമ്പോൾ ബെൽറ്റ് കൊടുക്കൂലേ, ആദ്യം ഒരു യെല്ലോ ബെൽറ്റ്, പിന്നെ ഗ്രീൻ ബെൽറ്റ്, പിന്നെ ബ്രൗൺ, ഇങ്ങനെയൊക്കെ കൊടുത്ത് ലാസ്റ്റ് ബ്ലാക്ക് ബെൽറ്റ്. ബ്ലാക്ക് ബെൽറ്റിൽ തന്നെ സെക്കൻഡ് ഡാൻ, തേർഡ് ഡാൻ, അങ്ങനെ പല ഡാൻ ഡിഗ്രികള്, അല്ലേ? അങ്ങനെ പോവും. നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെയാണ്. ആദ്യം LKG UKG, അത് കഴിഞ്ഞ് 1ാം ക്ലാസ്, പിന്നെ 10ാം ക്ലാസ്, പിന്നെ +2, പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി, അത് കഴിഞ്ഞ് PG PhD, ഇങ്ങനെ പോകൂലേ. ഇത് തന്നെയാണ് സോളിന്റെയും തലം. സോള് സ്വന്തം ആത്മാവിനെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് ആത്മാവുണ്ട് എന്ന് മനസ്സിലാവുമ്പോഴാണ്, അല്ലേ? നമ്മൾ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡിനകത്തൊക്കെ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിച്ച് നമ്മൾ കുറെ പ്രവൃത്തികളും ചെയ്ത് നമ്മുടെ ഡെയിലി വർക്കൊക്കെ ചെയ്ത് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ആത്മാവിനെ അറിയാൻ കഴിയില്ല. ആത്മാവിനെ അറിയണമെങ്കിൽ ആത്മാവിനെ കുറിച്ച് തന്നെ ചിന്തിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. അത് പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആത്മാവിനെ കുറിച്ച് അറിയാൻ കഴിയുള്ളൂ, അല്ലേ? നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. പഠിച്ചു കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആത്മാവിനെ കുറിച്ച് അറിയാൻ കഴിയൂ. പഠിച്ചു തുടങ്ങുമ്പോഴേ മനസ്സിലാകും. ആത്മാവിന് വ്യത്യസ്ത തലങ്ങളുണ്ട്. ആത്മാവ് ഭൂമിയിൽ തന്നെ 3 തലത്തിലാണ് ജീവിക്കുന്നത്. ഒന്ന്, എല്ലാം എന്ത് നമ്മുടെ മനസ്സ് പറഞ്ഞാലും അതെല്ലാം അനുസരിച്ച് എല്ലാ തെറ്റുകളും ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത ഒരവസ്ഥയിലോട്ട് പോകുന്ന ഒരു കമാൻഡിങ് സോൾ. രണ്ടാമത്തെ വിഭാഗം ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിച്ചും ആരെങ്കിലും അവരോട് ചെയ്ത ക്രൂരതകളിൽ വേദനിച്ചും കഴിയുന്ന ഒരു വിഭാഗം. മൂന്നാമത്തത് ഡിവൈൻ ആയിട്ടുള്ള, റീഅഷുറൻസ് ആയിട്ടുള്ള, ശക്തി തിരിച്ചറിഞ്ഞ സോൾ. ഇപ്പൊ നിങ്ങളെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മനസ്സൊക്കെ ഭയങ്കര പവറായി മാറും. ഒരു ടെൻഷനോ വിഷമോ ആങ്സൈറ്റിയോ പ്രശ്നമോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല.
യു ക്യാൻ ഫ്ലൈ. ഒരു വിഷമങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവൂല. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു 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 കണക്ഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കൃത്യസമയത്ത് നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. കൃത്യസമയത്ത് നിങ്ങളുടെ വഴി തെളിഞ്ഞു വരും. പലതും നിങ്ങൾക്ക് കാണിച്ചു തരും. കാണിക്കുന്നതിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങളുടെ വിജയം എല്ലാ മേഖലകളിലും വിജയം നേടാൻ പറ്റും. നിങ്ങൾക്ക് പലതും തുറന്നു കിട്ടും. പല വഴികൾ കാണിച്ചു തരും. 24 മണിക്കൂറും നിങ്ങളെ താങ്ങാൻ, നിങ്ങളെ കണക്ട് ചെയ്യാൻ ഒരു കരമുണ്ടാവും, ഒരു കൈകൾ ഉണ്ടാവും, ഒരു കൈ ഉണ്ടാകും. റേഡിയോ എങ്ങനെ റിപ്പീറ്റ് ചെയ്യും? അൻമോൾ മാഡം റേഡിയോ ടൈമിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂല ആനി. യെസ്, അത് റിപ്പീറ്റ് ചെയ്യാം. സോള് 3 തരം സോൾ: കമാൻഡിങ് സോൾ, റീപ്രോച്ചിങ് സോൾ ആൻഡ് റീഅഷ്വറൻസ് സോൾ. കമാൻഡിങ് സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ലാത്ത സോൾ. ഇവിടെ ഒന്നും വന്നിരിക്കാനുള്ള യോഗം ഇല്ലാത്ത ആത്മാക്കൾ. ഇവിടെ ഒന്നും വന്നിരിക്കാൻ പറ്റില്ല അവർക്ക്. അവര് വിട്ടുപോയി കളയും. ഇതിലാണ് ജീവിക്കുന്നത്. അവരെ നമുക്ക് തിരുത്താനും പറ്റില്ല. രണ്ടാമത്തെ വിഭാഗം തിരുത്താൻ പറ്റുന്ന വിഭാഗം. അവർ തെറ്റുകൾ ചെയ്ത തെറ്റിലും ആരെങ്കിലും അവരോട് ചെയ്ത തെറ്റിലും വേദനിച്ചും അവർ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചും ജീവിക്കുന്ന ഒരു വിഭാഗം. മൂന്നാമത്തെ വിഭാഗം, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ചിലർ തെറ്റ് ചെയ്തു, അതിനെല്ലാം ഞാൻ വിട്ടു, പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് വിട്ടു. അതൊന്നും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയി കിടക്കുന്നില്ല. ഞാൻ ഒരു പവർഫുൾ സോളാണ്, ഞാനൊരു പവർഫുൾ ആത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞൊരു വിഭാഗം. അപ്പൊ ഞാൻ നിങ്ങളെ അത് പഠിപ്പിക്കുന്ന ആളാണ്. അത് പഠിപ്പിക്കുന്ന ആളായത് കൊണ്ട് തന്നെ എനിക്കറിയാം നിങ്ങളുടെ കൈ എവിടെ പിടിക്കണം, നിങ്ങൾ എവിടെയാണ് ഇടറി വീഴുന്നത്, നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ കാത്തു സംരക്ഷിക്കണം എന്ന് എനിക്കറിയാം. 24 മണിക്കൂറും നിങ്ങൾക്ക് താങ്ങായി ഞാനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ, നിങ്ങൾ അത് കണക്ട് ആയി കഴിഞ്ഞാൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ഫീലൊക്കെ കിട്ടും. കണ്ണടച്ചാൽ മതി. ഫീലല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സംശയം വന്നാൽ ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾ എല്ലാം ഈശ്വരനിലേക്ക് സമർപ്പിച്ച് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഉത്തരം അവിടെ വന്നിരിക്കും. ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. ചുമ്മാ അന്തം വിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ട്രൈ ചെയ്ത് നോക്കണം. യു ഹാവ് ടു ട്രൈ. നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ശക്തി നമുക്ക് വരുന്നത്. എന്തിനും നിങ്ങൾ ശ്രമിച്ചു നോക്കണം. ഇനി എന്തിനും ഏതിനും. ഇതില് 50 ദിവസം 60 ദിവസം ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഇനി ശ്രമിച്ചു നോക്കണം. നിങ്ങളുടെ റേഞ്ച് മാറി. നിങ്ങൾ എന്തിനും ശ്രമിക്കാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്. കഴിഞ്ഞ ദിവസം ഒരാളിട്ടത്, എനിക്ക് കുറെ പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ പൈസക്ക് വേണ്ടി ഇത് ചെയ്തു, ഞാൻ പൈസ എനിക്ക് വരുന്നില്ല കൃത്യമായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സോളിനോടൊന്ന് ചോദിച്ചു. ഇതിൽ സ്ഥിരം പങ്കെടുക്കുന്ന ഒരാളാണ്, ഞാൻ പേരൊന്നും പറയണില്ല. നാളെ നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് പറയണം. ഈ 60 ദിവസമൊക്കെ 50 ദിവസമൊക്കെ പിന്നിട്ട ആളുകൾ നിങ്ങളുടെ മുമ്പത്തെ ഇതെന്തായിരുന്നു, ഇപ്പൊ നിങ്ങൾ എന്ത് സ്റ്റേജിലാണുള്ളത്, നിങ്ങളുടെ ആത്മവിശ്വാസം എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ നാളെ പറയണം. നാളെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഡേ ആണ്. എല്ലാവരും തയ്യാറായി വരിക. സ്ഥിരമായി പങ്കെടുക്കുന്ന ആള് നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിക്കുക. അപ്പൊ ഇവര് പറഞ്ഞു എനിക്ക് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു, എനിക്ക് ഞാൻ ഇപ്പൊ പൈസ കൃത്യമായിട്ട് വരുന്നില്ല. അപ്പൊ ഞാൻ ഒരാളോട് പൈസ എന്റെ മനസ്സിൽ എവിടെ നിന്ന് പൈസ വന്നം എന്നൊരു ഇതില്ല വന്നപ്പോ ഞാനൊന്ന് ആലോചിച്ചു. അപ്പൊ ഇന്ന ആളോട് ചോദിക്കാന്ന് പറഞ്ഞു. ചോദിച്ചു. അയാൾ പറഞ്ഞു തിങ്കളാഴ്ച എനിക്ക് പൈസ വരും. അവരുദ്ദേശിച്ച് അവർക്ക് വേണ്ട അത്രയും തന്നെ പൈസ അവരുടെ കയ്യിലിട്ട് വരും. അതാണ് എങ്ങനെയാണെന്നുള്ളതിന്റെ ഉത്തരം. മനസ്സിലായില്ലേ? അതൊക്കെ ഇതിനകത്ത് അനുഭവിച്ചും ഫീൽ ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് തോന്നിയ അവർ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. അവർക്ക് പലതും എക്സ്പ്ലെയിൻ ചെയ്യും നിങ്ങളോട്. ഓക്കെ, പലതും ഫീഡ്ബാക്ക് പറയും. പലതും. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, അതൊക്കെ അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങൾ. അത് അങ്ങനെ പലതും കാണും. നിങ്ങൾ പലതും അനുഭവിക്കുന്നുണ്ടാവും, ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത്
ഒരു സോളിന് എത്താൻ പറ്റാവുന്ന മാക്സിമം പവർ എന്താണ്? ഒരു സോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കുണ്ടലിനി എന്നൊക്കെ കേട്ടിട്ടില്ല. കുണ്ടലിനി എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കുണ്ടലിനി എന്ന് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ എല്ലാരും എല്ലാം കേട്ടിട്ടുണ്ട് അല്ലെ? കുണ്ടലിനി ഉയർത്തുക അല്ലെ? കേൾക്കാത്ത ആൾക്കാരുണ്ട്. കുണ്ടലിനി എന്ന് പറയുന്നത്, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹിന്ദു മത വിശ്വാസം അനുസരിച്ചുള്ള ഒരു ശക്തിയാണ് കുണ്ടലിനി. ഒരു ശക്തി എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മൂലാധാര ചക്രത്തിൽ നമ്മുടെ നടുഭാഗത്ത്, ഈ താഴ്ഭാഗത്ത്, അവിടെ നമ്മൾ ഇരിക്കുന്ന ഭാഗം, അതാണ് മൂലാധാര ചക്രം. അവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ശക്തിയുണ്ട്. ഒരു ശക്തി, ജാതകമല്ല, ഒരു ശക്തി, ഒരു പവർ. അതിനെ പ്രതീകവൽക്കരിക്കുന്നത് 2 സർപ്പങ്ങളാണ്. അതിങ്ങനെ ഉണർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശക്തി പുറത്തെടുത്ത് ഓരോരോ ചക്രങ്ങൾ ഭേദിച്ചുകൊണ്ട് ശിരസിൽ വന്ന് യഥാർത്ഥ ഇത് കിട്ടും എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ. ഇനി മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഇതിനകത്തിരിക്കേണ്ട, അവരാണ് ഈ കുണ്ടലിനി കേൾക്കാത്തത്. നിങ്ങൾ ഈ ബുറാക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബുറാക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ ഹിന്ദുക്കളിൽ ആരെങ്കിലും കുണ്ടലിനി കേൾക്കാത്തയുണ്ടോ? അതും ഉണ്ടാവും ചിലപ്പോ. മുസ്ലിങ്ങളിലും ബുറാക്കിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവും. ഓക്കെ. അപ്പൊ ബുറാക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അറിയാം. എന്നാൽ പ്രവാചകൻ 7 ആകാശങ്ങളും കടന്ന് ഇസ്രാ മിറാജ് യാത്ര നടത്തിയ വാഹനമായിരുന്നു ബുറാക്ക് എന്നറിയാം. അതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അറിയില്ല. നമ്മൾ അത്രേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ. മിന്നൽ വേഗത ഉണ്ടെന്ന് അറിയാം കേട്ടോ. ഓക്കെ, മിന്നൽ വേഗത ഉണ്ടെന്ന് അറിയാം. ചിന്തകളേക്കാൾ ഫാസ്റ്റ് ആണ് പോണതെന്ന് അറിയാം. ഓക്കെ, അത്രയെങ്കിലും അറിയാലോ. വെരി ഗുഡ്. ക്രിസ്തു മതത്തിൽ എലിയാവിന്റെ ഒരു രഥത്തെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ രഥത്തെ കുറിച്ച്? എലിയയുടെ രഥം. ഓക്കെ, ചിലര് കേട്ടിട്ടുണ്ടാവാം. പെട്ടെന്ന് അഗ്നി രഥവും അഗ്നിക്കുതിരകളും പ്രത്യക്ഷപ്പെട്ടു. എലിയ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി എന്നാണ് ആ വചനം. ഓക്കെ, ഇതിനൊക്കെ തമ്മിൽ എന്താണ് കണക്ഷൻ? ഇതും സോളും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. യെസ്, വെയിറ്റ്. കുതിര എന്താണ്? കുതിരയല്ല, പറക്കുന്ന കുതിര. അങ്ങനെ പലതും കൊടുത്തിട്ടുണ്ട് ആൾക്കാർ, പല സങ്കല്പങ്ങളും കൊടുത്തിട്ടുണ്ട്. പറക്കുന്ന കുതിരയായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്, പറക്കുന്ന ഒരു സ്ത്രീ രൂപമായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. ഈ ഇറാനിയൻ, പേർഷ്യൻ ആളുകൾ അങ്ങനെയാണ് അതിനെ സങ്കല്പിച്ചിട്ടുള്ളത്. അങ്ങനെ പല രീതിയിലുള്ള സങ്കല്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സങ്കല്പങ്ങളാണ് അതെല്ലാം. ഓക്കെ, പല രീതിയിലുള്ള സങ്കല്പം. ഞാൻ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് വരുന്നത്. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഇന്ന് നിങ്ങൾ ഒരു സ്ഥലത്തും കിട്ടാത്തൊരു പുതിയ അറിവ് കിട്ടുവാണ്. മനസ്സിലായില്ലേ? ഇത് എവിടെയെങ്കിലും പോയി തപ്പിയാൽ കിട്ടൂല. പിക്ചറൊക്കെ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ. ഇറാനികൾ പിക്ചർ വരയ്ക്കുന്നവരാണ് അതിന്റെ, ബുറാക്കിന്റെ ഒക്കെ. ഓക്കെ, ഇവിടെ കുണ്ടലിനിയുടെ പിക്ചർ നിങ്ങൾക്ക് നോക്കി അറിയാം. കുണ്ടലിനി 2 പാമ്പ് ഇങ്ങനെ വളഞ്ഞ് പൊങ്ങി വരുന്നതാണ്. ഹൈലി പവറാക്കുന്ന സംഭവമാണ് കുണ്ടലിനി. അപ്പൊ ഇത് എലിയാവിന്റെ ഇതൊക്കെ, ഇത് 3 കഥകൾ, 3 ചിത്രങ്ങൾ, 3 പാരമ്പര്യങ്ങൾ. എന്നാൽ ഞാൻ ഇതിൽ ഒന്ന് മാത്രമേ കാണൂ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം ഒന്നാണ്. ഹൗ? അതാണ് ചർച്ച ചെയ്യുന്നത്. അതാണ് സോളിന്റെ പവർ. സോളിന്റെ പവർ. ഈ കുണ്ടലിനിയെ വിശേഷിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ ശുദ്ധമായ സ്ത്രീ ശക്തി എന്നാണ്. ശിവശക്തി. അതിലെ ഏറ്റവും പവറായിട്ടുള്ള ശുദ്ധമായ, പ്രപഞ്ചത്തിലെ ഏറ്റവും ശുദ്ധമായ സ്ത്രീ ശക്തിയാണ് കുണ്ടലിനി. അതുകൊണ്ടാണ് കുണ്ടലിനി നീ വന്നത്. അതെല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. എല്ലാ മനുഷ്യരുടെയും
മൂലചക്രത്തിൽ ചുരുണ്ടുകൂടി ഉറങ്ങുകയാണ്. ഈ പവറിനെ ആത്മാവ് തന്നെ ഓർമ്മിക്കുന്നതിനായി വെയിറ്റ് ചെയ്യാണ്. ഇറ്റ്സ് വെയിറ്റിംഗ്. ആത്മാവ് ശരിയായ പവർ നേടി ആത്മാവ് കുണ്ടലിനിയെ ഓർമ്മിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ ചില പ്രോസസ്സുകളിലൂടെ അതിനാണ് നമ്മൾ ഈ രാവിലെ ഓരോ പ്രോസസ്സ് ചെയ്യുന്നത്, ഇതിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ചെയ്യുന്നത്. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഭക്തി, ധ്യാനം, ദിവ്യ കാരുണ്യം, അതിലൂടെയൊക്കെ ഇത് ഒരു അഗ്നി സർപ്പം പോലെ, ഒരു അഗ്നിയാലുള്ള സർപ്പം പോലെ. നിങ്ങൾ ചൈനീസിൽ ഇത് കണ്ടിട്ടുണ്ടാവും, വ്യാളി ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? അവരുടെയും ആ ടൈപ്പുള്ള ഒരു ഇതാണത്. ഒരു അഗ്നി സർപ്പം പോലെ എഴുന്നേറ്റ് ഓരോരോ ചക്രകളെ ഒന്നൊന്നായി തുളച്ചു കയറി മിഥ്യാധാരണകളെ തകർത്ത് ആത്മാവിനെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. വെറും ഒരു ഊർജമല്ല കുണ്ടലിനി എന്ന് പറഞ്ഞാൽ അവബോധമുള്ള ബുദ്ധിയാണ്. ആത്മാവിന്റെ ഹൈ-എൻഡ് തലത്തിലേട്ടാണ്. ഇവിടെ ഒന്നും ഇപ്പൊ ഈ ചക്ര ഉയർത്തുക, കുണ്ടലിനി പഠിപ്പിക്കാമെന്നൊന്നും പറഞ്ഞതൊന്നും ആ സ്റ്റേജിലേക്ക് പോകുന്നില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നല്ല കേട്ടോ, അവര് പഠിപ്പിച്ചോട്ടെ. അതൊക്കെ വെറും അതിന്റെ ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രാണ്. ഇറ്റ്സ് എ പവറാണ്. പവർ എല്ലാം ഈശ്വരാംശമാണ്. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഈ ശരീരവും പ്രപഞ്ചവും എല്ലാം ഈശ്വരാംശമാണ്. അപ്പൊ അതുകൊണ്ട് കുണ്ടലിനി ഈശ്വരാംശം എന്ന് വിചാരിക്കണ്ട, എല്ലാം. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ കുണ്ടലിനി ഉയർത്തിത്തരാൻ, നിങ്ങൾക്ക് ചക്ര ഉയർത്തിത്തരാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ബിസിനസ് ഉണ്ടല്ലോ, ഞാൻ ആരെ കുറ്റം പറയുന്നല്ല. ദേ ക്യാൻ ഡു. അവർ ചെയ്യുന്നുണ്ട്, അവർ സർവീസാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന സർവീസാണ്. അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഹൈ എൻഡ് എന്ന് പറയുന്നത് അതല്ല. നമ്മുടെ ആത്മാവിനെ ഈ കുണ്ടലിനി ഉയർത്തി അതിന് എത്രത്തോളം മുകളിലേക്ക് പോകാൻ കഴിയുമോ, ശരീരത്തിൽ നിന്നും ആത്മാവിലേക്ക്, അഹങ്കാരത്തിൽ നിന്നും അനന്തതയിലേക്ക്, നിങ്ങളുടെ യഥാർത്ഥ സുപ്രീം പവർ എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ കുണ്ടലിനി. സുപ്രീം പവർ അത് ഒരു കമാൻഡിങ് സോളിന് ഒരിക്കലും അതിനെ പുറത്തെടുക്കാൻ പറ്റൂല. എന്തെല്ലാം പ്രാക്ടീസ് ചെയ്താലും എന്നൊക്കെ ചെയ്താലും പറ്റൂല. നിങ്ങളെപ്പോലെ ഇത് അറിയാൻ വേണ്ടി, എന്താണ് ആത്മജ്ഞാനം എന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുന്നവർക്കേ പറ്റുള്ളൂ. ഇനി ഇതിന്റെ കണക്ഷൻ ഞാൻ പിന്നീട് പറയാം. ഓക്കെ? അപ്പൊ അതാണ് നമ്മുടെ സൂപ്പർ പവറിനെ പുറത്തെടുത്തുകൊണ്ട് നമ്മളെ പറക്കാൻ, നമ്മളെ കുതിക്കാൻ സഹായിക്കുന്ന, നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായും മോചിപ്പിച്ച് എന്തിനേയും, ഒരു പ്ലാനറ്റിനെ തന്നെ കയ്യിലെടുത്തുകൊണ്ട് പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് നിരവധി യൂണിവേഴ്സുകളെ കാണാൻ ശക്തി നൽകുന്ന പവറാണ് കുണ്ടലിനി. അപ്പൊ നിങ്ങൾക്ക് ബുറാക്ക് എന്താണ്? ചിറകുള്ള കുതിരയായിട്ടൊക്കെയാണ് ബുറാക്കിനെ വരയ്ക്കുന്നത്. മുഹമ്മദ് നബി രാത്രിയിൽ ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ ഉപയോഗിച്ച ഒരു വാഹനമാണ് ബുറാക്ക് എന്ന് പറയുന്നത്. ചിലർ പറയുന്നു മിന്നലിന്റെ വേഗത്തിൽ അതിന് സഞ്ചരിക്കുക, ചിലർ ചിന്തയുടെ വേഗത്തിൽ അതിന് സഞ്ചരിച്ചു എന്ന് പറയുന്നു. അത് എവിടെന്നാ യാത്ര നടത്തിയത്? മക്കയിൽ നിന്നും യാത്ര നടത്തി. അദ്ദേഹം ജീവിച്ചിരുന്ന സൗദി അറേബ്യയിലെ മക്കയിൽ നിന്നും യാത്ര നടത്തി അല്ലെ? ഒരു വലിയ യാത്ര. അതേ മദീനയിൽ നിന്നാണോ? മക്കയിൽ നിന്ന് യാത്ര നടത്തി. ഒരൊറ്റ രാത്രി കൊണ്ട് ഏഴാനാകാശങ്ങൾ കടന്ന് സകല പ്രപഞ്ച രഹസ്യങ്ങളും മനസ്സിലാക്കി തിരിച്ചു വന്നു. വൺ നൈറ്റ്. അപ്പൊ എല്ലാരും വിചാരിച്ചു അതൊരു എന്താണ്, ഇപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല ഈ വാഹനം എന്താണ്. എല്ലാരും നമ്മോട് പറഞ്ഞു വച്ചിരിക്കുന്നത് മിന്നൽ വേഗത്തിൽ പോവും, കുതിര ചിറകുണ്ടായിരുന്നു, ആ ചിറകിന് ഭയങ്കര വലിപ്പം ഉണ്ടായിരുന്നു. അവിടം വരെ വന്നിട്ട് സ്റ്റോപ്പായി. എന്നാൽ യഥാർത്ഥത്തിൽ
ഈ ബുറാഖ് എന്ന് പറയുന്നത് ആർക്കും യാത്ര ചെയ്യാൻ കഴിയുന്ന പ്രവാചകന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അത്തരം പുണ്യ ആത്മാക്കളുടെ ഉള്ളിൽ, ഇപ്പൊ ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും യേശു ആയാലും മോശ ആയാലും ബുദ്ധനായാലും മുഹമ്മദ് നബിയൊക്കെ ആയാലും അവരൊക്കെ ഓൾറെഡി അവരൊരു ഹൈ എൻഡ് സ്റ്റേജിൽ അവർക്ക് അങ്ങനെ വന്ന ആളുകളാണ്. പക്ഷെ എല്ലാ മനുഷ്യർക്കും ഇത്തരം കഴിവുകൾ ഉണ്ട് എന്ന് പഠിപ്പിക്കാനാണ് അവർ വന്നത്. ബുറാഖ് എന്ന് പറയുന്നതും പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. ഓരോരുത്തർക്കും ഓരോ ബുറാഖ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. അത് നിങ്ങളുടെ ആത്മാവിന്റെ സ്വന്തം ആഗ്രഹമാണ്. ആത്മാവിന്റെ ആഗ്രഹം എന്ന് ചലനമായി രൂപാന്തരപ്പെടുന്നുവോ, എന്ന് നിങ്ങൾ ആ പവർ നേടുന്നുവോ, അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് വച്ചുകൊണ്ട് എവിടം വരെ യാത്ര ചെയ്യാൻ പറ്റും. എവിടം വരെ യാത്ര ചെയ്യാം. മക്കയിലെ പള്ളിയിൽ നിന്നും ജെറുസലേമിലെ പുണ്യഭൂമിയിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കും ദൈവിക സാന്നിധ്യത്തിലേക്കും യാത്ര ചെയ്ത ഒരു ബുറാക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും അറിയാൻ പറ്റും. നിങ്ങൾ അതിന്റെ കൺട്രോളിൽ വരും, നിങ്ങളുടെ കൺട്രോളിൽ വരും. അവിടെയാണ് നമ്മുടെ മെന്റൽ പവർ ഹൈ ആവുന്നത്, നമ്മുടെ മൈൻഡ് പവർ ഹൈ ആകുന്നത് അവിടെയാണ്. എന്തിനാണ് ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? ബുറാക്കിനെ കുറിച്ച് വെറുതെ അറിയാൻ വേണ്ടിയിട്ടല്ല. എന്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും മനുഷ്യന് സ്വീകരിക്കാനുള്ള എന്ന് പറഞ്ഞപ്പോ അത് മാത്രം എന്തുകൊണ്ട് മാറ്റിവെച്ചു? അത് മാറ്റിവെച്ചതാണ്, നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചതാണ്. നിങ്ങൾ ശക്തി നേടിയാൽ പിന്നെ നിങ്ങൾ അടിമകളാവില്ല, നിങ്ങളെ ഭരിക്കാൻ പറ്റൂല. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ശക്തമായ ഒരു കാറ്റിന്റെ ശബ്ദമുണ്ടായി. അഗ്നി പോലുള്ള പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരിൽ ഓരോരുത്തരുടെയും മേൽ ആവസിച്ചു. ക്രിസ്തുമതത്തിൽ പറയുന്നതാ. ഇതൊരു സാധാരണ മതപരമായ ആചാരമല്ല, ഒരു മനുഷ്യനെ ആന്തരികമായി സജീവമാക്കുന്നതാണ്. നിഗൂഢമായ ഒരു അഗ്നി തലയിലെ കിരീടത്തെ എവിടെയാണോ കുണ്ടലിനി ഉയർന്ന് ശക്തിപ്പെടുത്തുന്നത്, എവിടെ നിന്നാണോ ബുറാക്കിന്റെ പുറപ്പെടൽ, അന്ന് മുതൽ ഈ സ്പർശിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരും ദൈവീക വചനത്തിന്റെയും രോഗശാന്തിയുടെയും ജ്ഞാനത്തിന്റെയും പാത്രങ്ങളായി മാറി. അങ്ങനെയാണ് നിങ്ങൾ ഇത് പഠിക്കാൻ തുടങ്ങുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പോലും പറ്റൂല. കേൾക്കാൻ പണ്ട് തെറ്റിദ്ധരിച്ചിട്ട് ഈ ജ്ഞാനം കേൾക്കുന്നവർ കേട്ട് കഴിഞ്ഞാൽ ഈ ചെവിയിലൊക്കെ ഉരുക്കി ഒഴിച്ചുകൊണ്ടിരുന്നത് അത് തെറ്റായ രീതിയിൽ എടുത്തോണ്ടാണ്. ഈ ജ്ഞാനം കേൾക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഉള്ളിൽ ഒരു പവർ വേണം. ആ പവർ ഇല്ലാതെ നിങ്ങൾക്ക് വന്നിരിക്കാൻ പറ്റൂല. നിങ്ങൾ എന്തോ വിഷമം, എന്തോ സങ്കടത്തിൽ, നിങ്ങൾ എന്തോ ചെയ്ത ഒരു നന്മ പ്രവൃത്തി, ഒരു നന്മയായ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും സൂപ്പർ പവർ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വന്നിരിക്കാൻ പറ്റുന്നത്. നിങ്ങൾ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ ലോകത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാന്ന്, നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ല. ഈ അന്നു മുതൽ സ്പർശിക്കപ്പെട്ടവൻ മുഴുവൻ ദൈവീക വചനത്തിന്റെയും രോഗശാന്തിയുടെയും ജ്ഞാനത്തിന്റെയും പാത്രങ്ങളായി എന്ന് പറഞ്ഞ ക്രിസ്തീയ ശക്തി എന്ന് പറയുന്നത് കൃപയിലൂടെയുള്ള കുണ്ടലിനി ഉണർവാണ്. കുണ്ടലിനി ഇവിടുന്ന് ഉയർന്ന് മുകളിൽ വന്ന ഹൈ പവർ ആകുന്ന അതേ ഉണർവ് കൃപയിലൂടെ, ദൈവം കൃപയിലൂടെ, പരിശ്രമത്തിലൂടെയല്ല. അതിനു വേണ്ടിയിട്ടാണ് യേശു ഇവിടെ വന്നത്. അപ്പൊ പുള്ളിനെ പിടിച്ചിട്ട് എല്ലാരും കൂടി ശരിയാക്കി കളഞ്ഞു അല്ലേ? ഇത് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ. ശരിയാക്കി കളഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ ബോധം അങ്ങോട്ട് മറച്ചു കളഞ്ഞു എല്ലാവരുടെ ഉള്ളിൽ നിന്ന്. 2000 വർഷം ഇപ്പോഴാണ് ഇനി കുറച്ചെങ്കിലും റിവീൽ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും റിവീൽ ചെയ്യാൻ തുടങ്ങിയത്. കാരണം പറയാൻ വന്ന ആളെ ചെറുപ്രായത്തിൽ തന്നെ പിടിച്ച് കശാപ്പ് ചെയ്ത് ശ്രമിച്ചു കളഞ്ഞു അല്ലേ? എങ്ങനെയാണ് യേശു ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പോയത്? എങ്ങനെയാണ് മുസ്ലിങ്ങൾ പറയും പോലെ യേശു ആകാശത്തിലേക്ക് പൊങ്ങിപ്പോയി എന്ന് പറയുന്നത്? രണ്ടുപേരും പറയുന്നുണ്ട്. എല്ലാ മതങ്ങളും, സെമിറ്റിക് മതങ്ങളെല്ലാം പറയുന്നുണ്ട്.
ഇറ്റ്സ് എ പവർ. പവറാണ്. നമുക്ക് അങ്ങനെ പോകാൻ പറ്റൂല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മള് ഈ ഭൂമിയിൽ നമ്മുടെ കർത്തവ്യങ്ങളും കർമ്മങ്ങളും എല്ലാം പൂർത്തീകരിച്ച് മനഃശക്തിയോടുകൂടി മനസമാധാനത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അതിനുള്ള പവർ നമുക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള പവർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആദ്യം, പെട്ടെന്ന് അഗ്നിരഥവും അഗ്നികുതിരകളും പ്രത്യക്ഷപ്പെട്ടു. എലിയ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലിയ മരിച്ചിട്ടില്ല, അവൻ ആരോഹണം ചെയ്തു, ശരീരവും ആത്മാവും. ഈ രഥവും ബുറാക്കിനെ പോലെ നിഗൂഢമായൊരു വാഹനമാണ്. കുണ്ടലിനി നിഗൂഢമായൊരു വാഹനമാണ്. ലോഹം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയതല്ല, മറിച്ച് ഊർജവും വെളിച്ചവും കൊണ്ട് നിർമ്മിച്ചതാണ്. അത് ആത്മാവിന്റെ മടക്കയാത്രയെ പ്രതിനിധീകരിക്കുന്നു. മാംസത്താലല്ല, ജ്വാലയാൽ. ഈ മൂന്നും ഒരു സത്യമാണ്. ഒരു സത്യം, ഒരു ഗോവണിയാണ്. ഒരു ഗോവണി, യാക്കോബിന്റെ സ്വപ്നം പോലെ ഒരു ഗോവണി. പ്രാർത്ഥനയിൽ നിങ്ങൾ അനുഭവിക്കേണ്ട ഗോവണി. മൈൻഡ് പവർ, സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആശ്വാസം മാത്രമല്ല, കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്. കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. മൈൻഡ് പവർ. എനിക്ക് മനഃശക്തി വേണം, എന്തിനേയും നേരിടണം. എനിക്ക് വിഷമവും സങ്കടമൊന്നും ഒരു പ്രശ്നമല്ല, എന്ത് വന്നാലും ഞാൻ നേരിടും എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് പവർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് വെറും ആശ്വാസം മാത്രമല്ല, കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്. കംപ്ലീറ്റ് പവർ, ബിയോണ്ട് ദ ലിമിറ്റ്, ബിയോണ്ട് ദ റൂൾസ്. ഒരു നിയമവും ഒരു ലിമിറ്റും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതൊക്കെ പുറത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഒന്നിനെ എതിർക്കാനും പോകുന്നില്ല, നിങ്ങൾ ഒന്നിനെയും തകർക്കാനും പോകുന്നില്ല, ഒരു രാജ്യത്തെ നിയമവും തെറ്റിക്കാൻ പോകുന്നില്ല, റൂളും തെറ്റിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. ഇഫ് യു ഏൺ ദ പവർ, നിങ്ങൾ ആ ശക്തി നേടിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചോണ്ട് പോയേക്കാം, ജയിലിലിട്ടേക്കാം, ക്രൂശിച്ചേക്കാം, കൊന്നു കളഞ്ഞേക്കാം. എന്നാലും നിങ്ങൾക്കൊരു വിഷയമല്ല, പുഞ്ചിരിയോടെ നേരിടും. പുഞ്ചിരിയോടെ. ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കൂളായിട്ട് പോയി കളയും. കൂളായിട്ട്. അതാണ്. എല്ലാം ഒരു ജ്വാലയാണ്. കുണ്ടലിനി ഉയരുന്നു, ബുറാക്ക് കുതിക്കുന്നു, രഥം പറക്കുന്നു. എല്ലാം ആന്തരിക പ്രകാശത്തിന്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ്. ഓരോ മനുഷ്യാത്മാവിലും നട്ടുപിടിപ്പിച്ചിട്ടുള്ള ദിവ്യ ചലനം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് തക്കതായ ഒരു വ്യാഖ്യാനം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് പറയാൻ പറ്റുമോ? ഇതിന് തക്കതായിട്ടുള്ള ഒരു വ്യാഖ്യാനം അവർ പറയുമ്പോൾ അത് അവർക്ക് മാത്രം കൊടുത്താൽ നിങ്ങൾക്കില്ല എന്ന് പറയും. നിങ്ങളെ പറ്റിച്ച് അടിച്ചമർത്തി ഇരിക്കണം അവിടെ. എന്നിട്ട് എന്നെ സ്തുതി പറയടാ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും സ്തുതിക്കാൻ നിങ്ങൾ നിൽക്കൂല. ഓക്കെ, ഗീവ് മീ റെസ്പെക്ട്, ഐ വിൽ ഗീവ് യു റെസ്പെക്ട്. ദാറ്റ്സ് ഓൾ. നിന്റെ അത്ര തന്നെ പവർ എനിക്കുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അടുത്ത് നിന്ന് ആ പവർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം. എൻ്റെ ഇവിടെ ചടഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പവർ കിട്ടുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എപ്പോൾ കിട്ടും, ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ ഒന്നും പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ മനസ്സിലാക്കലിന്റെയും നിങ്ങളുടെ രീതിയും അനുസരിച്ചിരിക്കും. ഓരോ മനുഷ്യരുടെ ഉള്ളിലും അത്തരം ഒരു ശക്തിയുണ്ട്. ഓരോ മനുഷ്യരുടെ ഉള്ളിലും. യോഗികൾ കുണ്ടലിനിയെ പറഞ്ഞത് ഉദയം എന്നാണ്. ഉദയം. ഇസ്ലാമിലെ വിശുദ്ധന്മാർ ബുറാക്കിനെ പറഞ്ഞത് ആരോഹണം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആരോഹണം. അതിന്റെ സീക്രട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ
വേറെ രീതിയിൽ ആളുകൾ ഉപയോഗിക്കും. പക്ഷെ ഇന്നിനിപ്പോ ഈ കാലഘട്ടത്തിൽ ഇത്രയും മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ, സഫർ ചെയ്യുമ്പോൾ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇത് പഠിപ്പിക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എപ്പോഴാണ്? എപ്പോഴാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇത് പറഞ്ഞു കൊടുക്കാൻ ഇനിയും താമസിക്കും. ആര് താമസിപ്പിക്കും? പറ്റില്ല. ആണ് നമ്മൾ പവർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് യാത്രയും നടത്താന്ന്. എന്ത് യാത്രയും അത് ശരീരത്തോടു കൂടി തന്നെ. യു ക്യാൻ അറ്റൈൻ ഫിസിക്കൽ ബോഡി. അതാണ് നിങ്ങളെ പ്രവാചകൻ കാണിച്ചു തന്നത്. യു ക്യാൻ അറ്റൈൻ യുവർ ഫിസിക്കൽ ബോഡി ആൻഡ് യു ക്യാൻ ട്രാവൽ. നിങ്ങളുടെ ശാരീരികമായ ഈ ശരീരം നേടിയെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ പവർ, നിങ്ങളുടെ ശക്തി. അവിടെയാണ് യേശു യാത്ര ചെയ്തത്. അവിടെയാണ് മുഹമ്മദ് നബി യാത്ര. അവിടെയാണ് ഹിന്ദു ശാസ്ത്രം മുഴുവൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമെന്ന്. ഇതിനെ ഫിമെയിൻ എനർജി, മെൻ എനർജി എന്നൊന്നും നമുക്ക് കെട്ടാൻ പറ്റൂല. അതൊരു ഫിമെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ ശക്തിയാണ്. ദൈവത്തിന്റെ എല്ലാ വ്യത്യസ്ത മെൻ എനർജിയും ഫിമെയിൻ എനർജിയും എല്ലാം ദൈവീകമാണ്. ഒന്നും ദൈവീകമല്ലാത്തല്ല. നമ്മളാണ് അതിനെ തിരിക്കുന്നത്. ഞാൻ എന്ന മിഥ്യാധാരണയിൽ നിന്നും നീ എന്ന സാമീപ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ കുണ്ടലിനിയുടെ ബുറാക്കിലൂടെ, ഈ അഗ്നിരഥത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നത്. മിഥ്യാധാരണയിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്ര. നീ ഇപ്പൊ ഒരു തെറ്റായ ധാരണയിൽ. താഴ്ന്ന സ്വത്വത്തിൽ നിന്നും അതിശക്തമായി ഉയർന്ന സ്വത്വത്തിലേക്കുള്ള ഒരു യാത്ര. എല്ലാ പാതകളിലെയും നിഗൂഢതകൾ അറിയുന്ന ഒരു യാത്ര. ഒരു ആന്തരികമായ തീർത്ഥാടനം എന്ന് പറയാം. ആന്തരികമായ ഒരു തീർത്ഥാടനം. ഒരഗ്നിയുണ്ട് നിങ്ങളെ ജ്വലിപ്പിക്കാൻ കഴിയുന്ന, നിങ്ങളെ പറക്കാൻ സഹായിക്കുന്ന. അത് അഗ്നിയാണ് കുണ്ടലിനി, ഇഷ്ക്, ദിവ്യവാജ്ഞ. ആ ബ്രഹ്മത്തോടുള്ള സ്നേഹം. അതാണ് നമ്മുടെ സന്യാസിമാർ പറയും, ബ്രഹ്മത്തോടുള്ള സ്നേഹം. നിങ്ങൾക്കൊരു വാഹനം ഉണ്ട് പോവാൻ, വാഹനം. അതാണ് ബുറാഖ്. ശ്വാസം കീഴടങ്ങൽ, സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ നേടിയെടുക്കുന്ന വാഹനം. ഒരു ആരോഹണമുണ്ട്, അതാണ് രഥം. ആരോഹണം. ആകാശങ്ങൾ കടന്ന്, ചക്രങ്ങൾ, ആകാശം, മൂടുപടങ്ങൾ കടന്ന്, എല്ലാം കടന്ന് ഒരൈക്യം. യൂണിയൻ വിത്ത്. അത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് സാധ്യമാകും. യു ക്യാൻ കണക്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ പലരും ഫീൽ ചെയ്തവരുണ്ടാവും. ഇപ്പൊ തന്നെ ആ ഒരു ഫീലിംഗ്, ഞാൻ എൻ്റെ സൃഷ്ടാവുമായിട്ട്, എൻ്റെ ദൈവവുമായി, എൻ്റെ ഈശ്വരനുമായി ഞാനിപ്പോൾ പഴയതുപോലെയല്ല. എനിക്കൊരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ യെസ്. ഞാനിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് എൻ്റെ ഈശ്വരനുമായി. ഞാൻ കഴിഞ്ഞ 50-60 ദിവസം മുമ്പ് ജീവിച്ച പോലെയല്ല ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് എന്ന് കണ്ടോ? നിങ്ങൾ നോക്ക് ഇതിനകത്ത് ഇരിക്കുന്ന ആളുകള്. ഇത് യു ക്യാൻ. എത്ര പേരെ ടൈപ്പ് ചെയ്യുന്നത്? ഒരാൾ 2 പേരൊന്നും അല്ല, 100 കണക്കിന് ആളുകൾ. ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. കാരണം ഇത് നിങ്ങൾക്ക് അറിയാവുന്ന സത്യമാണ്. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ശക്തിയും ശിവനുമാണ്. ഇസ്ലാമിൽ ദാസനും കർത്താവുമാണ്. ദാസൻ എന്ന് പറഞ്ഞാൽ ആ പദപ്രയോഗത്തെ തെറ്റായിട്ടാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്. നീ അടിമയാണ്ടോ? ആ അടിമയല്ല. ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹമുള്ളവൻ എന്നാണ് അർത്ഥം. ഏറ്റവും അടുപ്പമുള്ളവൻ, എന്തിനും ഏതിനും ഈശ്വരനൊപ്പം നിൽക്കുന്നവൻ. ആ സമർപ്പണത്തെയാണ് പറഞ്ഞത്. പക്ഷെ അത് വേറെ രീതിയിലാണ് നിങ്ങളെ പ്രസംഗിച്ചു പഠിപ്പിച്ചത്. ഞാൻ എൻ്റെ അറബിക് വാക്ക് ഉപയോഗിക്കുന്നില്ല. അടിമയാണ്ടോ നീ? അടിമ. നീ പേടിച്ചോ? നീ ഭയന്നോ? ധൈര്യം തരാൻ വേണ്ടി പറഞ്ഞ വാക്കിനെ നേരെ തിരിച്ചിട്ട് കളഞ്ഞു. നേരെ തിരിച്ച് പേടിപ്പിക്കാനിട്ട് കളഞ്ഞു. മനസ്സിലായോ? ധൈര്യം തരാൻ വേണ്ടി. സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ അത്ര അടുപ്പത്തിലാണ്. ഏറ്റവും അടുത്ത ആളാണ്. എന്തിനും ഏതിനും കൂടെയുള്ള
ആളാണ് എന്ന് പഠിപ്പിക്കാനിട്ട വാക്കിനെ എടുത്തിട്ട് പേടിപ്പിച്ചു, എടുത്ത് നേരെ തിരിച്ചിട്ടിട്ട് പേടിപ്പിച്ചു കളഞ്ഞു. ക്രിസ്ത്യാനിറ്റിയിൽ ഇത് വധുവും വരനുമാണ്. വധുവും വരനും അത്ര ബന്ധം. മണവാട്ടിയും മണവാളനും തമ്മിലുള്ള, അതും ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള മണവാട്ടിയും മണവാളനും തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജൂതമതത്തിൽ ഷെക്കിനിയും അഡോണിയും രണ്ട് ബന്ധങ്ങളാണ് ജൂതമതത്തിൽ. ഷെക്കിനയും അഡോണയും. ഷെക്കിന, അഡോണ. മറഞ്ഞിരിക്കുന്ന ഒരു ഊർജമാണത്. ജ്വലിക്കുന്ന നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്. പവിത്രമായ ഒരു ആരോഹണം. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുകയും നിങ്ങൾ ഭൂമിയിൽ പൂർണ്ണമായിട്ടും ഇവിടെ വച്ച് തന്നെ നിങ്ങൾ സറണ്ടർ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങളെ തടയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തടയുന്നത് നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. ഭയം. ഈ SM ഇവിടെ വന്നിരുന്ന് പുള്ളി പറയും പോലെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ കൺട്രോൾ എങ്ങാനും വിട്ടു പോയാലോ എന്നുള്ള പേടി, എന്റെ മതം എങ്ങാനും വിട്ടുപോയാലോ, ഞാൻ ഇത്രയും നാൾ നേടിയതൊക്കെ കൊണ്ടുപോയി അടിയറവ് വെക്കേണ്ടി വന്നാലോ. നിന്നെ പേടിപ്പിക്കുകയാണ് ഇപ്പോഴും. ഈ പേടി നിങ്ങളുടെ ഉള്ളിൽ കോരി ഒഴിച്ചു തന്നതാണ്. അതുകൊണ്ട് അതെല്ലാം വിടുക. നിങ്ങളുടെ കുണ്ടലിനി നിദ്രയിലായിരിക്കുന്നത്, നിങ്ങളുടെ ബുറാക്ക് ഉണരാത്തത്, നിങ്ങളുടെ ജ്വലിക്കുന്ന തേര് പറക്കാൻ തുടങ്ങാത്തത് എല്ലാം നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ഇപ്പോഴും സുഖപ്പെടാത്ത നിങ്ങൾക്കേറ്റ ആഘാതങ്ങൾ, നിങ്ങൾക്കേറ്റ മുറിവുകൾ, നിങ്ങളുടെ രൂപം, നിങ്ങളുടെ അഹങ്കാരം, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ വെറും കയ്യാലും കരുത്താലുമുള്ള ശക്തിയോടുള്ള അടുപ്പം. എന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തിയല്ല, എന്റെ ശക്തി എന്ന ശിർക്ക് ഈശ്വരനിൽ നിങ്ങൾ പങ്കുചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യരും ആരെ പങ്കുചേർക്കുന്നു? എല്ലാവരും പറയും നിങ്ങളൊക്കെ ഈശ്വരനെ പങ്കുചേർക്കണവരാ എന്ന് പറയും. എന്നിട്ട് നീ സ്വന്തം നിന്നെ തന്നെ ഈശ്വരനിൽ പങ്കുചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ലാണ് എല്ലാം ചെയ്യുന്നത്, ഞാനാണ് എന്റെ മക്കളെ നോക്കുന്നത്, എന്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം, എന്റെ മക്കൾക്ക് വേണ്ടി വരുന്ന 2 തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കണം. നീയാണോടോ മക്കളെ നോക്കുന്നത്? അല്ല, സൃഷ്ടാവാണ്, ഈശ്വരനാണ്, ദൈവമാണ്, കർത്താവാണ്, അള്ളാഹുവാണ്, നീയല്ല. അപ്പോഴും നിന്റെ മനസ്സിൽ തോന്നുന്ന അഹങ്കാരം, രൂപം, ശക്തി. പിന്നെ എങ്ങനെ ബുറാക്ക് ഉണരും? ബുറാക്ക് അവിടെ അണഞ്ഞു കിടക്കുകയാണ് നിന്റെയൊക്കെ ഉള്ളില്, ആത്മാവിന്റെ ഉള്ളിൽ. നമ്മൾ വളരെയധികം ലഗേജ് വഹിക്കാണ്. ലഗേജ് ഉള്ളത് കൊണ്ട് ഉണരാൻ പറ്റൂല. അതിന്റെ മുകളില് ലഗേജ്, സത്വത്തിന്റെ ലഗേജ്, അഭിപ്രായങ്ങളുടെ ഭാരം, താരതമ്യത്തിന്റെ അവനെയും എന്നെയും ഇവനെയൊക്കെ താരതമ്യം ചെയ്യുന്നതിന്റെ, ഇതെങ്ങനെയാണ്, ഇത് ഇവനാണോ, ഈ പുള്ളി അതാണോ, ആ പുള്ളി ഇതാണോ, താരതമ്യം, അഹങ്കാരത്തിന്റെ ചങ്ങലകൾ, ഇതെല്ലാം പൊട്ടിച്ചെറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പൂർണമായിട്ടും ഈശ്വരന് സമർപ്പിക്കണം. ദൈവമേ, ഈശ്വര, കർത്താവേ, അള്ളാഹുവേ, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിശ്ചലമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ, ആ ജ്വാലയെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അവരോഹണത്തിൽ നിന്നും ആരോഹണം, നിങ്ങളുടെ കയറ്റം ആരംഭിക്കുകയായി. ജീവിതത്തിൽ ഒരിക്കലും ചിറകുള്ള കുതിരേനെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് പറന്നു പോകാൻ പറ്റൂല. അതിനൊന്നും കാണാൻ പറ്റൂല നിങ്ങൾക്ക്. കുണ്ടലിനി 2 സർപ്പം, തീയാനുള്ള സർപ്പം ഇങ്ങനെ കയറി വന്നതൊക്കെ ഒരു ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റൂല. അതൊക്കെ അവിടെ പോയിരുന്ന് ചുമ്മാ പഠിച്ചിട്ട് വരാന്ന് മാത്രമേ ഉള്ളൂ, കാണാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഭയങ്കര തീയാനുള്ള തേര്, ആ തേര് പറന്നു വന്ന് എന്നെ ഇപ്പ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റൂല. ഇതെല്ലാം നിങ്ങളുടെ ആത്മാവിന്റെ തലങ്ങളാണ്. നിങ്ങൾ ചെറുത്ത് നിൽക്കുന്നത് നിർത്തണം. അഗ്നിയെ ഉയരാൻ അനുവദിക്കണം, കുതിരയെ പറക്കാൻ അനുവദിക്കണം. സർപ്പം ഉണരട്ടെ, കുതിര കുതിക്കട്ടെ.
നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ തയ്യാറാക്കണം. ഉയർന്നു വരുന്ന ഓരോ ആത്മാവും, നമ്മൾ അവേക്കൺ ചെയ്യുന്ന ഓരോ ആത്മാവും ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കും. നിങ്ങൾ ഒരാൾ, ഇക്കൂട്ടത്തിൽ ഒരാൾ ഉണർന്നാൽ ലോകത്തെ മുഴുവൻ നിങ്ങൾക്ക് പ്രകാശിപ്പിക്കാം. ലോകത്തെ മുഴുവൻ. ഓക്കെ, 3 മിനിറ്റിനുള്ളിൽ നമ്മുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. ഗെറ്റ് റെഡി. ഒരു ഗ്രാമത്തിൽ വൃദ്ധനായ ഒരു നെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു. കണ്ണറിയാൻ പാടില്ലാത്ത ഒരു നെയ്ത്തുകാരൻ. കണ്ണറിയാൻ പാടില്ലാത്ത അയാള് ഭയങ്കര സുന്ദരമായ പരവതാനികൾ, മഞ്ഞയും നീലയും ചുവപ്പും എല്ലാം കൃത്യമായി അയാൾ നെയ്തെടുത്തിരുന്നു. കണ്ണറിയില്ല. ആളുകൾ പലപ്പോഴും ഇയാള് ചോദിച്ചുകൊണ്ടിരുന്നു, എങ്ങനെയാണോ താൻ ഇങ്ങനെ ഇത്ര സുന്ദരമായിട്ട് ഇത് കണ്ണറിയാതെ ഇങ്ങനെ ഇഴകൾ ചേർത്ത് നെയ്തെടുക്കുന്നത്? അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു, ഞാൻ കണ്ണുകൊണ്ടല്ല നെയ്യുന്നത്, എൻ്റെ ഉള്ളിലെ തീയും എൻ്റെ നെഞ്ചിലെ ചിറകുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇതിന് നെയ്യുന്നത് എന്ന് പറയുമായിരുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഉള്ളിലെ തീയും ചിറകും വച്ചുണ്ട് ഈ പുള്ളി എന്തോ ട്രിക്ക് കാണിക്കുന്നതാണ്. അല്ല ഇവന് കണ്ണറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളൊക്കെ പറ്റിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് അന്വേഷിച്ച് നടന്ന ഒരു അന്വേഷകൻ ഉണ്ടായിരുന്നു. ഒരു അന്വേഷകൻ നിങ്ങളെ പോലെ. എവിടെയാണ് മനസ്സമാധാനം കിട്ടുക? ഓൺലൈനിൽ പോയാൽ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചാൽ കിട്ടുമോ? NLP പഠിച്ചാൽ കിട്ടുമോ? EFT ഇനി എന്ത് തെറാപ്പി പഠിക്കണം, എന്ത് ഹീലിംഗ് നടത്തണം എന്നൊക്കെ അന്വേഷിച്ച് നടന്ന ഒരു അന്വേഷകൻ ഉണ്ടായിരുന്നു. ആ അന്വേഷകൻ ഒരിക്കൽ ഗ്രാമത്തിലെത്തി. അദ്ദേഹം എല്ലാം ഒരുപാട് കാര്യങ്ങൾ പല കാര്യങ്ങളും പഠിച്ചിട്ട് ഇടയ്ക്ക് സമാധാനം വരും, പിന്നെ വീണ്ടും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. 40 ദിവസം ഒരു സ്ഥലത്തിരുന്ന് ഉപവസിച്ചു, എന്നിട്ടും സമാധാനം കിട്ടിയില്ല. അങ്ങനെ ഈ കണ്ണറിയാതെ ഇത് നെയ്യുന്ന ഒരാളുടെ എന്തോ ഒരു കഴിവുണ്ട് എന്ന് കേട്ടറിഞ്ഞ് വന്നതാണ്. വന്നു. അപ്പൊ താങ്കൾ ഇങ്ങനെ ഈ തീനെ കുറിച്ചും ഉള്ളിലുള്ള തീനെ കുറിച്ചും ചിറകിനെ കുറിച്ചൊക്കെ പറയുന്നത് ആരോ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എനിക്കും അതൊന്ന് കണ്ടെത്തിയാൽ കൊള്ളാം, അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഈ കണ്ണറിയാൻ പാടാത്ത മനുഷ്യൻ ആംഗ്യം കാണിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. നിശബ്ദ ഭയങ്കര ആഴത്തിലായി. ഇടിമുഴക്കത്തിന് മുമ്പുള്ള ഒരു ഇടവേള പോലെ. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന്റെ പേരിൽ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ നട്ടെല്ലിനു താഴെ ഒരു ജ്വാല ഉറങ്ങുന്നുണ്ട്. ഒരു സർപ്പം പോലെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. ഒരു രഹസ്യം പോലെ ഒരു മാളത്തിൽ നിശബ്ദമായി നിങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു ചിറകുള്ള മിന്നൽ കുതിര കാത്തിരിക്കുന്നുണ്ട്. അതിന്റെ ശ്വാസത്തിൽ നിനക്ക് പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കാൻ കഴിയും. അതിന്റെ കടിഞ്ഞാണെന്ന് പറയുന്നത് കീഴടങ്ങലിന്റെ. ഉടനെ ഈ വന്ന യാത്രക്കാരൻ ചോദിച്ചു, അത് കുണ്ടലിനിയാണോ, അതേ ബുറാക്കാണോ? അതെയോ, ഞാൻ ഇങ്ങനത്തെ ക്ലാസ് കേട്ടിട്ട് കുണ്ടലിനിയാണോ, ബുറാക്കാണോ, അതെയോ ഈ അഗ്നി തേരാണോ? അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിരിക്കൂ, നിങ്ങൾ ഇഷ്ടമുള്ളത് വിളിക്കൂ, നിങ്ങൾ അതിൽ സവാരി ചെയ്യാൻ ശ്രമിക്കൂ. സവാരി ചെയ്യണോ നിങ്ങൾക്ക്? എന്നാ എന്റെ കൂടെ താമസിക്കൂ. എല്ലാ ദിവസവും രാവിലെ കുറച്ചു നേരം ചുമ്മാ നിശബ്ദനായിട്ടിരിക്കാൻ പറയും. ചുമ്മാ നിശബ്ദനായിട്ടിരിക്കാൻ. എന്ത് ലോജിക്! ഇരിക്കണം. ചുമ്മാ നിശബ്ദനായിട്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നിശബ്ദനായിട്ട് ഇരിക്കണം. അവിടെ ഇരുന്നു. എല്ലാ ദിവസവും ഇരുന്നു. മാസങ്ങളോളം ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരുന്നു. ഒരു ദിവസം ഒന്നും കിട്ടാവുന്നപ്പോ ഉള്ളിൽ കരഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് എന്താണ് ഈശ്വര, നീ എന്താണ്, എന്നെ ഒന്ന് അറിയിച്ചു തരണേ, എന്നെ ഒന്ന് അറിയിച്ച്. അതായിരുന്നു പ്രാർത്ഥന, ആകെയുള്ള പ്രാർത്ഥന. എന്താണ് ഞാൻ, എന്താണ് നീ, എനിക്കറിയില്ല, നീ എന്നെ ഒന്ന് അറിയിച്ചു തരണേ. അതാണ് പ്രാർത്ഥന. നിരാശ കൊണ്ടല്ല, എന്തോ സംഭവിക്കാൻ വേണ്ടിയിട്ട്. അന്ന് രാത്രി അയാൾ കിടന്നുറങ്ങുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു വിള്ളൽ, ഒരു വിടവാങ്ങൽ. ഞാൻ ആരാണെന്നറിയില്ല, പക്ഷെ അത് നിങ്ങളുടേതാണ്. ആ നിമിഷം അയാൾക്ക് അനുഭവപ്പെട്ടു. നട്ടലിന്റെ അടിഭാഗത്ത് ഒരു മിന്നൽ, മുതുകിലെ ഒരു വിദ്യുത പ്രവാഹം, നെഞ്ചിലൂടെ പാഞ്ഞു കയറുന്ന ചിറകുള്ള ഒരു സാന്നിധ്യം. അവൻ അതിനെ കണ്ടില്ല, പക്ഷെ അതിന്റെ മുകളിൽ കയറി. അവന്റെ ആ രാത്രി
അവന്റെ സ്വപ്നങ്ങളിൽ അവൻ പ്രപഞ്ചങ്ങളിലൂടെ സഞ്ചരിച്ചു. അവന് ഇഷ്ടമുള്ളതെല്ലാം കണ്ടു. അവൻ ഉണർന്നപ്പോൾ ലോകം തിളങ്ങുന്നത് അവന് മനസ്സിലായി. മരങ്ങൾ സ്തുതിഗീതങ്ങൾ പാടുന്നത് അവന് മനസ്സിലായി. നദികൾ എന്താണ് ശബ്ദിച്ചുകൊണ്ട് ഒഴുകുന്നത് എന്ന് അവന് മനസ്സിലായി. അവൻ ആ ഗുരുവിനെ നോക്കി കരഞ്ഞു. ഗുരുവേ, ഗുരുവേ, ഗുരുവേ. ഗുരു അവന്റെ നെഞ്ചിൽ തൊട്ടിട്ട് പറഞ്ഞു, നീ കണ്ണുകൊണ്ട്, നിന്റെ തുറന്ന കണ്ണുകൊണ്ട്, ലോജിക്കാകുന്ന കണ്ണുകൊണ്ട് നീ നോക്കിയത് കൊണ്ടാണ് നിനക്ക് കാണാൻ കഴിയാതിരുന്നത്. നീ ഉൾക്കണ്ണുകൊണ്ട് നീ കണ്ടപ്പോൾ ആ അഗ്നിസർപ്പത്തെ ഓടിക്കുന്നവനും ആ തേരിനെ തളിക്കുന്നവനും ആ മിന്നൽ കുതിരയായ ബുറാക്കിനെ പറത്തുന്നവനും നീയായി മാറി. കുണ്ടലിനിയും ബുറാക്കും രഥവും ഒന്നും ഭൂതകാലത്തിന്റെ കെട്ടുകഥകളല്ല, അവ ആത്മാവിന്റെ വർത്തമാനകാല ക്ഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവയെ കാണാൻ നിങ്ങൾക്ക് കണ്ണുകൾ ആവശ്യമില്ല, ലോജിക്ക് ആവശ്യമില്ല. എരിയാൻ തയ്യാറായ ഒരു ഹൃദയവും പറക്കാൻ തയ്യാറായ ഒരു ആത്മാവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് പവർ വർദ്ധിക്കും. ഓക്കെ, ഗെറ്റ് റെഡി. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും പങ്കെടുക്കണം കേട്ടോ. ചുരുങ്ങിയത് 7 ദിവസം ഈ പ്രോസസ്സ് ചെയ്യണം. ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ ഉണർത്തി നമ്മുടെ മൈൻഡിനെ പവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് 10 മിനിറ്റ് മുതൽ ഒരു 13 മിനിറ്റ് വരെ ആയിരിക്കും ഇതിന്റെ ടൈം ഉണ്ടാവുക. ഈ സമയത്ത് വെറുതെ കണ്ണടച്ചിരുന്നാൽ മാത്രം മതി. ഞാനിപ്പോ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ച പോലെ നിങ്ങൾ എന്തെങ്കിലും ആകാൻ ചെയ്യുന്നത് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിന്റെ സീക്രട്ട്. ആ ശ്രമിക്കാതിരിക്കുക, ഒന്നും ആവാൻ ശ്രമിക്കാതിരിക്കുക, എല്ലാം സറണ്ടർ ചെയ്യുക. ഒന്നും ആവാൻ ശ്രമിക്കരുത്, ഒന്നും പ്രതീക്ഷിക്കരുത്. ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള നിഷ്കളങ്കമായ സമർപ്പണം. ജസ്റ്റ് ഒരു 10 മിനിറ്റ്, എന്നിട്ട് നിശബ്ദമായിട്ടൊന്ന് കണ്ണടച്ചിരിക്കുക മാത്രം ചെയ്യും. ചിന്തകൾ വന്നോട്ടെ, പോയിക്കോട്ടെ, ഡോണ്ട് വറി. ചിന്തകൾ വന്നാലും കുഴപ്പമില്ല, പോയാലും കുഴപ്പമില്ല. ഓക്കെ, കണ്ണടക്കല്ലേ. ഞാൻ കണ്ണ് തുറക്കാൻ പറയുമ്പോഴേ നിങ്ങൾ തുറക്കാവുള്ളൂ. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും വിഷമങ്ങളോ നിങ്ങൾക്ക് ഉണ്ടായാലും ഒരു പ്രശ്നമില്ല. നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണ്. തലവേദനയോ വേദനയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വൈബ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകാശം വന്ന് അടിക്കുന്ന പോലെ തോന്നിയാലോ ഒന്നും ഒരു കുഴപ്പമില്ല. 100% നിങ്ങൾ സുരക്ഷിതരാണ്. ഒരു രീതിയിൽ നിങ്ങൾ ഒരു കുഴപ്പവും നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ടിരിക്കുക. 2 കൈകളും നിവർത്തി, ഒരു മുദ്ര ഒന്നും പിടിക്കേണ്ട, 2 കൈകളും നിവർത്തി ജസ്റ്റ് മടിയിൽ വെക്കുക. എന്നിട്ട് ഇതാ നോക്കുക, എന്റെ പോസ്റ്റർ നോക്കുക, കണ്ണടച്ചിരിക്കുക, ഷോൾഡർ എല്ലാം ലൂസാക്കി വിടുക, നട്ടെല്ല് നിവർത്തിയിരിക്കുക. അതിനുശേഷം പിന്നെ ഇങ്ങനെ കുനിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. മുകളിലോട്ട് നോക്കരുത്, ആകാശത്തിലോട്ട് നോക്കരുത്, നമ്മുടെ മുഖത്തിന്റെ ലെവലിന്. ഓക്കെ, മുഖത്തിന്റെ ലെവലിന് ഇരിക്കുക.